ഞങ്ങൾക്ക് അതിവിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുവാൻ ആവശ്യമായ നല്ല വിദ്യാഭ്യാസം ലോകത്തിലെ നല്ല സർവകലാശാലകളിൽ നിന്ന് നേടിയവരാണ് ഞങ്ങൾ. ആയതിനാൽ ദയവായി ശ്രമിക്കുക. മഴവെള്ളത്തെ ഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കുക. മഴവെള്ളത്തെ തടയുന്ന രീതിയിലുള്ള ഓടുപാകലും സിമന്റ് സ്ലാബുകളും നമ്മുടെ മുറ്റത്തിൽ നിന്ന് മാറ്റുക. വയനാട്ടിലെ മുണ്ടക്കയിൽ നടന്ന ആ ഒരു ഉരുൾപൊട്ടലും അതുമായി സംബന്ധിച്ച് നടന്ന മരണങ്ങളും കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇപ്പൊ അത് തന്നെയാണ്. അവിടെ നടന്ന ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് അതിന്റെ ചെറിയൊരു ദൃശ്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവിടെയുള്ള ചിത്രങ്ങളാണ് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ വന്നിട്ടുള്ളത് ടൺ കണക്കിനുള്ള ഭാരമുള്ള കല്ലുകൾ വരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാറക്കല്ലുകളാണ് കൂട്ടത്തോടെ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഈ ഒരു വിഷ്വലിൽ നേരെ അത് കൊടുത്തിട്ടുണ്ട്. എത്രയോ വലിപ്പമുള്ള ഭീമൻ കല്ലുകളാണ് ആ ഒരു പ്രദേശത്തേക്ക് ഒഴുകി എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഇത്രയധികം ആളുകൾ, 300-ലധികം ആളുകൾ അവിടെ മരണപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, എല്ലാവരും പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയുമല്ല. ഞാൻ പറയുന്നത് ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ്. ഞാൻ നടക്കണം എന്നല്ല പറയുന്നത്, നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന്റെ കാരണം വരുന്നത് മനുഷ്യർ തന്നെയാണ്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ഇവരെന്ത് ചെയ്യുന്നറിയോ, വളരെ ആർഭാടപരമായിട്ട് വലിയ കൂറ്റൻ വീടൊക്കെ പണിയും. എന്നിട്ട് അതിന്റെ മുറ്റം, ഏക്കറ കണക്കിന് മുറ്റം ഉണ്ടാകും. ആ മുറ്റം ഇവരെന്ത് ചെയ്യും, ഒരു കട്ട അങ്ങോട്ട് വിരിക്കും. കട്ട എന്ന് പറയുമ്പോൾ, പണ്ടത്തെ കട്ട എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ സൈഡിലൂടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ എന്താ, ഒരു കരിങ്കല്ല് പോലെയുള്ള ഒരു സ്ലാബ്. ആ സ്ലാബിന്റെ സൈഡിലൂടെ ആയിട്ട് അവരിങ്ങനെ പുല്ല് വെക്കും. പുല്ല് വെക്കുന്ന സമയത്ത് സാധാ നാച്ചുറൽ ആയിട്ടുള്ള പുല്ലല്ല വെക്കുന്നത്, പ്ലാസ്റ്റിക് പുല്ലാണ് വെക്കുന്നത്. പ്ലാസ്റ്റിക് പുല്ല് വെക്കണമെന്നുണ്ടെങ്കിൽ ആ കട്ടയുടെ ഗ്യാപ്പ്, കട്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചതുരത്തിൽ അതിന്റെ പുറത്തൊരു കട്ട വരും, അതിന്റെ സെൻട്രലിലൂടെ ഒരു ഗ്യാപ്പ്, അതിൽ സിമെന്റിന്റെ ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് ഇവർ പ്ലാസ്റ്റിക്കിന്റെ പുല്ല് നടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഭൂമിയിലേക്ക് ഒരു ലേശം, ഒരു തുള്ളി പോലും വെള്ളം ആ പ്രദേശത്ത് നിന്നും ഇറങ്ങില്ല എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഇതുമായി സംബന്ധിച്ച് കുറച്ച് മുൻപുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ക്യാപ്റ്റൻ നോബൽ പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ആണിത്. നമുക്ക് ജസ്റ്റ് അതിലെ കുറച്ച് പ്രസക്ത ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. അവരെന്തെങ്കിലും ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ IAS പറയണം, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പറയണം. ഞങ്ങൾക്ക് അതിവിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുവാൻ ആവശ്യമായ നല്ല വിദ്യാഭ്യാസം ലോകത്തിലെ നല്ല സർവകലാശാലകളിൽ നിന്ന് നേടിയവരാണ് ഞങ്ങൾ. ആയതിനാൽ ദയവായി ശ്രമിക്കുക. മഴവെള്ളത്തെ ഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കുക. മഴവെള്ളത്തെ തടയുന്ന രീതിയിലുള്ള ഓടുപാകലും സിമന്റ് സ്ലാബുകളും നമ്മുടെ മുറ്റത്തിൽ നിന്ന് മാറ്റുക. ഇനി അങ്ങോട്ട് മണ്ണിൽ നിന്ന് ജലത്തിനെയും വെളിച്ചത്തെയും മറയ്ക്കുന്ന ഒരു വിധിയും നാം കാണിക്കരുത്. യാതൊരു കാരണവശാലും തോടുകളും പാടങ്ങളും നികത്തരുത്. പുഴകളുടെയും തോടുകളുടെയും ആഴവും വീതിയും കൂട്ടുക. അതുവഴി അവയ്ക്ക് കൂടുതൽ ജലം സംഭരിക്കുവാനും പെട്ടെന്ന് ജലത്തിന് കടലിലോട്ട് ഒഴുകി ചെന്ന് ചേരുവാനും സാധ്യമാകും. മതിൽ, തോട്ടമതിൽ എന്നിവ പാടില്ല. അതിന് പകരം ചെടികളും മരങ്ങളും ഉപയോഗിച്ചുള്ള വേലിക്കെട്ടുകളാകാം. ഭവന നിർമ്മാണ രംഗത്ത് കാതലായ മാറ്റം നാം വരുത്തിയേ മതിയാകും. പരന്ന വീടുകൾ പാടില്ല, ആവശ്യത്തിന് ഉയരങ്ങളിലേക്കാകാം. വലിയ വീട് നിർമ്മാണം വലിയ നികുതി ചുമത്തി നിരുത്സാഹപ്പെടുത്തുക. പ്രീ ഫാബ്രിക്കേറ്റഡ് ഭവന നിർമ്മാണ രംഗത്തേക്ക് നാം മാറിയേ മതിയാകും. മേൽത്തരം സിമന്റും ഫൈബറും ഉപയോഗിച്ചുള്ള പാളികളാണിത്. ഉരുക്ക് ഫ്രെയിമും കൂടിയായാൽ ആജീവനാന്തം നിലനിൽക്കും. അല്ലാതെ നാം മലകൾ തുറന്നുകൊണ്ടിരുന്നാൽ ഇപ്രാവശ്യം 81 ഉരുൾപൊട്ടൽ എന്നുള്ളത് അടുത്ത പ്രാവശ്യം 810 ചെന്ന് നിന്നേക്കാം. അവസാനമായി, കടലിനോട് കളിക്കരുത്. കടൽക്കര മുഴുവൻ കടൽ ഭിത്തി കെട്ടി കടലിനെ തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട. തീരത്ത് നിന്ന് 50-100 മീറ്റർ മാറിയേ ഇനി അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുള്ളൂ. ഓരോ വർഷവും ശരാശരി കേരളത്തിന് 2 മീറ്റർ തീരനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണങ്ങളും മണൽ ഖനനങ്ങളും ഇതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്യാപ്റ്റൻ നോബൽ പെരേര ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ. ദുരന്തങ്ങൾ ഇനിയും നടക്കാൻ സാധ്യത കൂടുതലാണ്. നടക്കണമെന്നല്ല അദ്ദേഹവും പറയുന്നത്, ഞാനും പറയുന്നത്, നടക്കാതിരിക്കട്ടെ. പക്ഷേ നമ്മെ പോലെയുള്ള ചില മനുഷ്യർ കാരണമാണ് ഇപ്പോൾ ഇത്ര വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത്. കൂറ്റൻ വീടുകൾ നിർമ്മിച്ച് അതിന്റെ മുറ്റം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏക്കർ കണക്കിന് മുറ്റം തന്നെ വരും. ആ മുറ്റം ഇവർ സ്ലാബ് ഇട്ടിട്ട് അതിന് സൈഡ് ഭാഗങ്ങൾ ഒരു ഇച്ചിരി വെള്ളം ഇറങ്ങാനുള്ള ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിൽ സിമന്റ് ഗ്രൗട്ട് ഇട്ടിട്ട്
പ്ലാസ്റ്റിക് പുല്ലാണ് വെക്കുന്നത്. പിന്നെ എങ്ങനെ ആ പ്രദേശത്തുള്ള മഴ പെയ്യുന്ന വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും? ആ ഭാഗത്തുള്ള വെള്ളം എല്ലാം കൂടി മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകി പോവുകയാണ്. ഇങ്ങനെ എത്ര വീടുകൾ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വീടുകളുണ്ട് ഇതുപോലെ സ്ലാബ് വിരിച്ചിട്ടില്ലേ, അവിടെയുള്ള വെള്ളം എല്ലാം ഒലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ തന്നെയാണ് അപകടങ്ങൾ നടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ പ്രദേശത്തൊക്കെ കോറികളുണ്ട്, കൊല്ലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന കോറികളുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കോറി പൊട്ടിക്കുന്ന സമയത്ത് ഒരു ദിവസം അവർ എത്ര അവിടെ പൊട്ടിക്കുന്നുണ്ട്, എത്ര വെടിവെച്ചകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ സമയത്ത് അതിന്റെ അപ്പുറ ഭാഗത്തുള്ള അഥവാ കുന്ന് പോലെയുള്ള പ്രദേശങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വെടി പൊട്ടുന്നതിന്റെ ആഘാതത്തിൽ തരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലുള്ള കല്ലും എല്ലാം ഇളകി ഇളകി ദിവസം കൂടുന്തോറും ഇളകി 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 അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് പെട്ടെന്നൊരു ദിവസമാണ് ഇങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് ചെരിഞ്ഞ് വരുന്നത്. കൊല്ലങ്ങൾ, വർഷങ്ങളോളം ഇവർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള ആ ഒരു പ്രദേശത്തുള്ള ഒരു കുന്നിനടിയിലുള്ള കല്ലും എല്ലാം ഇങ്ങനെ തരിച്ച് 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 അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു പിടുത്തം വിട്ടുപോവുകയാണ്. അവിടെയുള്ള ആ ഒരു ഭൂമിയുടെ ഉറപ്പ് തന്നെ നഷ്ടപ്പെടുകയാണ്. തരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും, തരിച്ച് തരിച്ച് എല്ലാം അങ്ങോട്ട് ഇളകി മാറും. ഇളകി മാറി പിന്നെ ഒരു നല്ല രീതിക്ക് ഒരു മഴ പെയ്യുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒന്നായിട്ട് ഇങ്ങോട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് ചെരിഞ്ഞു വരുന്നത്. പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും എല്ലാവരുടെയും പ്രവൃത്തി ചെയ്തു പോയാൽ മതി. സംഭവം ശരിയാണ്, കോറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആളുകൾക്ക് ജോലിയൊന്നുമില്ല. കാരണം കല്ല് കിട്ടിയാലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ പരിപാടികളും ചെയ്യാൻ പറ്റത്തുള്ളൂ. കല്ല് കിട്ടിയാൽ വീട് വെക്കണം, വീട് വെച്ച് കഴിഞ്ഞാലേ തേപ്പ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള പല പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും കയറേണ്ടതുണ്ട്. സംഭവം ശരിയാണ്. പക്ഷേ വർഷങ്ങളോളം പൊട്ടിച്ചെടുത്ത് തന്നെ പൊട്ടിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. കോറി പൊട്ടിക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ കോറി പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് വരും. കാരണം ആളുകൾക്ക് പണിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ വർഷങ്ങളോളം ഒരേ കുഴിയിൽ തന്നെ ഇട്ട് പൊട്ടിക്കുമ്പോഴാണ് അപ്പുറത്തുള്ള ഭാഗങ്ങൾ ഇളകി 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 മറിയുന്നത്. ഞാൻ അതേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ക്യാപ്റ്റൻ നോബൽ പെരേരയും ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യർ തന്നെയാണ്, ചില മനുഷ്യരാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത്. ദുരന്തങ്ങൾ ഇനിയും നടക്കാൻ സാധ്യത ഏറെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇത് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. പണ്ടത്തൊക്കെ കട്ട എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ മുറ്റത്ത് ഇരിക്കുന്ന കട്ട എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡിലൂടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരിങ്ങനെ റൗണ്ട് ചിത്രത്തിലുള്ള കട്ടകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ സൈഡിലൂടെ ഒന്നും സിമെന്റ് ഇട്ട് കൊടുത്തിരുന്നില്ല, അത് വെള്ളം ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വലിയ സ്ലാബ് പോലെയുള്ള കട്ടകളാണ്, ചതുരത്തിൽ നല്ല വീതിയും വലിപ്പമുള്ള സ്ലാബ് കട്ടകളാണ്, കരിങ്കല്ല് പോലെയുള്ള. അതിലേക്ക് വെള്ളം ചാടിക്കഴിഞ്ഞാൽ അത് താഴത്ത് പോലുമില്ല. പിന്നെ പോരാത്തതിന് അതിന്റെ സൈഡിലൂടെ സിമെന്റ് ഗ്രൗട്ട് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ പ്രദേശത്തുള്ള വെള്ളമെല്ലാം മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ഭാഗത്ത് മാത്രം വെള്ളം കൂടി വരുന്നതും അവിടെ അപകടങ്ങൾ നടക്കുന്നതും. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ഒരു വീട്ടിൽ മാത്രമല്ല ഇതുപോലെ വെള്ളം ഇറങ്ങാത്തത്. എത്രയും കോടിക്കണക്കിന് വീടുകളുണ്ട് ഇതുപോലെ കട്ടയും മറ്റും വിരിച്ചിട്ട്. ഒരു തുള്ളി വെള്ളം പോലും അല്ലെങ്കിൽ സൂര്യപ്രകാശം പോലും അവരുടെ മുറ്റം ഭാഗത്തേക്ക് തട്ടാത്ത രീതിയിൽ. അതൊക്കെ തന്നെയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. പക്ഷെ ഇത് നടന്നു കഴിയുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അങ്ങനെ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. ഒരു അപകടം വരുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ചില മനുഷ്യർ തന്നെയാണ്. അവരുടെ പണത്തിന്റെ കൊഴുപ്പ് കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാൻ അവർ തന്നെ എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ജസ്റ്റ് അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞാൻ ആരെയും താഴ്ത്തി കെട്ടാൻ ഒന്നിനും വന്നതല്ല. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം.